സിമ്പിൾ ആണ്, പക്ഷെ ഒരുപാട് ആൾക്കാർ തെറ്റിക്കുന്നത് നോക്കിക്കോ. അവൻ പുറത്തു പോയി എന്നതിന്റെ ഇംഗ്ലീഷ്, അവൻ പുറത്തു പോയി എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഹി വെന്റ് ഔട്ട്. ഉറപ്പിച്ചോ? ചെറിയ മിസ്റ്റേക്ക്, ഇപ്പൊ പറഞ്ഞുതരാം. അവൻ പുറത്തു പോയി. ഹി ഗോൺ ഔട്ട്. ഉറപ്പിച്ചോ? യു. അവൻ പുറത്തു പോയി. ഹി ഈസ് ഗോൺ ഔട്ട്. ഓക്കെ. യു. അവൻ പുറത്തു പോയി. കഴിഞ്ഞു പോയതല്ലേ? യെസ്. ഒരു ഡിഡ് കൊടുക്കാം. കഴിഞ്ഞതിൽ ഡിഡ് വേണം. ഓക്കെ. ഹി ഡിഡ് ഗോ ഔട്ട്. ഓക്കെ. യു. അവൻ പുറത്തു പോയി എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഹി ഗോ ഔട്ട്. ഉറപ്പിച്ചു. മോള് പറ. ഹി ഹാസ് ഗോൺ ഔട്ട്. യെസ്, അതാണ് ശരി. ഹി ഹാസ് ഗോൺ ഔട്ട്. അത് എന്തുകൊണ്ട് ശരി? അത് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ അവൻ പുറത്തു പോയി എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ് അല്ലെ? അപ്പോ തൊട്ട് മുമ്പ് സംഭവിച്ചതിന്റെ കൂടെ ഹാവ് അല്ലെങ്കിൽ ഹാസ് ചേർക്കണം എന്നാണ് ഇംഗ്ലീഷിന്റെ നിയമം. ഹി ഹാസ് ഗോൺ ഔട്ട് അങ്ങനെയാണ് പറയേണ്ടത്. ഇപ്പൊ കുറെ മുമ്പ് സംഭവിച്ചാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈമിനെ മെൻഷൻ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹി വെന്റ് ഔട്ട് എന്ന് പറയാം. ഇപ്പൊ ഹി വെന്റ് ഔട്ട് യെസ്റ്റർഡേ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കണം എന്നാണ് ഇംഗ്ലീഷിന്റെ നിയമം. ഇനി സ്പോക്കൺ ഇംഗ്ലീഷ് ആണ്, കേട്ടാൽ മനസ്സിലാവും. ഹി വെന്റ് ഔട്ട് അല്ലെങ്കിൽ ഹി ഗോൺ എന്നൊക്കെ കേട്ടാൽ മനസ്സിലായെങ്കിലും ഇംഗ്ലീഷിന്റെ ഗ്രാമർ പ്രകാരം അത് തെറ്റാണ്. ഓക്കെ. സോ ഗൈസ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. വളരെ ഫണ്ണായിട്ട് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് ഓൺലൈനായിട്ട് ഞങ്ങൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. വളരെ ചെറിയ ഫീ ആണ്, നല്ല റിസൾട്ട് ആണ്. മുകളിൽ ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്.